നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്, പക്ഷെ ആരും നിങ്ങളെ മൈൻഡ് ആക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാൻ വരട്ടെ. മേ ബി അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാവും. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ചില സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തരത്തിൽ ആളുകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യാനായിട്ട് കാരണമാകുന്ന 7 സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. എന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് സെൽഫ് അവെയർ ആയിട്ട് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നോക്കിയാലോ? ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി ഒരു പുവർ ബോഡി ലാംഗ്വേജ് ആയിരിക്കും, അതുകൊണ്ടാവാം ആളുകൾ നിങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷൻ തരാത്തെ. മറ്റൊരു വ്യക്തിനോട് സംസാരിക്കുമ്പോൾ നല്ലൊരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം, കണ്ണിൽ നോക്കി സംസാരിക്കണം, അല്ലാതെ നിലത്തേക്ക് നോക്കിയിട്ടോ അപ്പുറത്തെ മരത്തുമേക്ക് നോക്കിയിട്ടോ ഒന്നും അല്ല സംസാരിക്കേണ്ടത്. ആളുടെ കണ്ണിൽ റിലാക്സ്ഡ് ആയിട്ട് നോക്കുക, നോക്കി പേടിപ്പിക്കരുത്. അതേപോലെ ഒരു ഓപ്പൺ പോസ്ചർ കീപ്പ് ചെയ്യുക, കൈ കെട്ടി നിന്ന് സംസാരിക്കരുത്. അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആണ്. ബിക്കോസ് അത് സബ് കോൺഷ്യസ്ലി കൺവേ ചെയ്യുന്നത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നാണ്. അതേപോലെ സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി സ്മൈൽ വേണം, ഒരു പുഞ്ചിരി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് തോന്നുള്ളൂ. പിന്നെ അതേപോലെ ഫിഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കയ്യും കാലൊന്നും വെറുതെ ഇരിക്കില്ല, അത് വെച്ച് ഓരോ കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ലൈക്ക് കൈ വെച്ചിങ്ങനെ കളിക്കുക, മുടിയിൽ കളിക്കുക, ഡ്രസ്സിലിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓവറായിട്ട് ഫിഡ്ജറ്റിംഗ് ചെയ്താൽ അത് നിങ്ങളുടെ കോൺവെർസേഷനെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ മറ്റേ ആൾ വിചാരിക്കും, ഇവൻ എന്നോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ തോന്നും. സോ നിങ്ങളിതുപോലെ ഫിഡ്ജറ്റിംഗ് ചെയ്യാറുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് കാമായിട്ട് സംസാരിക്കാം. നമ്പർ 2, ഇൻറ്ററപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇടയിൽ കയറി സംസാരിക്കാം. എൻ്റെ പൊന്നോ, ചില ആൾക്കാരുണ്ടല്ലോ മറ്റുള്ളവർ സംസാരിക്കാനേ വിടില്ല. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് നമ്മളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഒരുത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ, അവനെ പിടിച്ച് 2 പൊട്ടിക്കാനൊക്കെ തോന്നും. അതുമാത്രമല്ല പിന്നെ അവരോട് സംസാരിക്കാനും തോന്നില്ല. ചിലരുടെ വിചാരം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാലേ ആളുകൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്നാണ്, അപ്പോഴേ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നാണ്. ബട്ട് ദാറ്റ്സ് റോങ്. സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനും തയ്യാറാണ്. അതും അവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത്. ഇടയിൽ കയറി സംസാരിച്ചാൽ അവരെന്താ വിചാരിക്കാമെന്ന് അറിയോ? നിങ്ങൾ അവരുടെ തോട്ട്സ്, ഒപ്പീനിയൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നിങ്ങളോട് സംസാരിക്കുമോ? ഇല്ല. നമ്പർ 3, ഓൾവേസ് കംപ്ലൈനിങ്. ഏത് നേരം നോക്കിയാലും മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫുൾ ടൈം നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയും, അത് നാച്ചുറലാണ്. പക്ഷേ ഏത് നേരം നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതാർക്കും ഇഷ്ടാവില്ല. ഇന്ന് വേറൊരാളെ പറ്റി കുറ്റം പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, നാളെ നമ്മളെ പറ്റി പറയില്ല എന്നാര് കണ്ടു? ആക്ച്വലി അങ്ങനെയുള്ളവർ പറയുകയും ചെയ്യും. സോ ഏത് നേരം നോക്കിയാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ബി ഒപ്റ്റിമിസ്റ്റിക്. ആളുകൾ പോസിറ്റീവ് എനർജി ഉള്ളവരിലേക്കായിരിക്കും കൂടുതലായിട്ട് അട്രാക്റ്റ് ആവുന്നത്. ആൻഡ് നിങ്ങളെ അങ്ങനെ ഇഗ്നോർ ചെയ്യുകയുമില്ല. നമ്പർ 4, ബ്രാഗിങ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയാം, അല്ലെങ്കിൽ തള്ളുക എന്നൊക്കെ പറയില്ലേ, ഇത് തന്നെ. നമ്മളുടെ അക്കോംപ്ലിഷ്മെൻറ്റ്സിനെ പറ്റി, നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്നത് ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ്. ഇറ്റ് മേക്സ് യു പ്രൗഡ്. ബട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെപ്പറ്റി പൊങ്ങച്ചം അടിച്ച് നടന്നാൽ അത് നിങ്ങൾക്കും മറ്റുള്ളവരുടെയും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് തന്നെ ഉണ്ടാക്കും. നിങ്ങളെ കാണുമ്പോൾ തന്നെ തള്ളുവണ്ടി വരുന്നുണ്ട് എന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയാതെ പകരം മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് ചോദിക്കുക, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഷോ ജെനുവിൻ ക്യൂരിയോസിറ്റി. അപ്പോൾ അവരുമായിട്ട് ഡീപ്പർ കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ദേ വിൽ ബി ഹാപ്പി ടു സ്പെൻഡ് ടൈം വിത്ത് യു. ഇഫ് യു വാണ്ട് ടു ബി ഇൻട്രസ്റ്റിംഗ് ദെൻ ബി ഇൻട്രസ്റ്റഡ്. നമ്പർ 5, ഇന്നബിലിറ്റി ടു ലിസണിങ്. മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത് ഇന്ന് പല ആളുകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. ആക്റ്റീവായിട്ട് മറ്റൊരാൾ പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവർക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ നിങ്ങളോടധികം സംസാരിക്കില്ല. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇപ്പോൾ നമ്മൾ ഈ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മളുടെ അറ്റൻഷൻ സ്പാൻ നന്നായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതൊരു 30 സെക്കൻഡ്സിലോ അല്ലെങ്കിൽ 1 മിനിറ്റിലോ ഒന്നും തീരില്ലല്ലോ. സോ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. ഒരാൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഫോണിൽ കളിച്ചിരിക്കുകയൊന്നും ചെയ്യരുത്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വയ്ക്കുക. ഫോക്കസ് ഓൺ ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ട്രൂലി ലിസൺ. എംപത്തറ്റിക് ആവുക. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അവർക്കപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. നമ്പർ 6, ഫ്രീക്വൻ്റ്ലി യൂസിങ് ഫില്ലർ വേർഡ്സ്. കൂടുതലായിട്ട് ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഫില്ലർ വേർഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ
ഇതൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് പറയാം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല എന്ന് കേൾക്കുന്നവർ വിചാരിക്കുള്ളൂ. ഇങ്ങനെ ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്താൽ നിങ്ങൾ അത്ര വാല്യൂ ഉള്ള കാര്യമൊന്നും അല്ല പറയുന്നത് എന്നൊരു ഫീലിംഗ് ആയിരിക്കും അവർക്കുണ്ടാവുക. സോ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനും തുടങ്ങും. ചില സമയത്തൊക്കെ ഫില്ലർ വേർഡ്സ് അത്യാവശ്യമാണ് ആൻഡ് ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. ബട്ട് അത് യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അത്രേ ഉള്ളൂ. ഒരു നാച്ചുറൽ പേസിൽ അധികം റഷൊന്നും ഇല്ലാതെ സംസാരിക്കുക, ഡെലിബറേറ്റ്ലി സംസാരിക്കുക, മീൻസ് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ സംസാരിക്കാം, എടുത്ത് ചാടി ഒന്നും പറയാതിരിക്കാം. ആൻഡ് നമ്പർ 7, വീക്ക് ഓർ ടിമിഡ് വോയിസ്. നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള ടോൺ, വോളിയം, ക്ലാരിറ്റി ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ഫില്ലർ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നല്ലൊരു പേസിൽ സംസാരിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷേ വളരെ വീക്കായിട്ടുള്ളൊരു വോയിസിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലോ, ആർക്കും മര്യാദയ്ക്ക് കേൾക്കാൻ കഴിയാത്ത വോയിസിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലോ പിന്നെ അവർ ശ്രദ്ധിക്കുമോ? ഇല്ല. സോ നല്ലൊരു വോയിസിൽ, എല്ലാവർക്കും കേൾക്കാൻ പാകത്തിലുള്ള വോയിസിൽ, പാകത്തിന് മതിട്ടോ, നല്ല ക്ലാരിറ്റിയോടെ സംസാരിക്കുക, ഒരു സ്റ്റഡിയർ ടോണിൽ. ഇതൊന്നും പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റാനായിട്ട് പറ്റുന്നതല്ല, പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ആവശ്യത്തിന് ഉറക്കെ സംസാരിച്ച് ശീലാവുക. ആൻഡ് ലെറ്റ് മീ റിപ്പീറ്റ്, പാകത്തിന്. ഓക്കെ, ലൗഡ് സ്പീക്കർ ആവരുത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതുകൊണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.